ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഡൽഹി, ആഗ്ര, മണാലിയിൽ ഞങ്ങൾ 3 ഫ്രണ്ട്സ് പോയതിൻ്റെ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും അത് കാണാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ ഇന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആഗ്രയാണ്. അപ്പം ആഗ്രയിലെ കാഴ്ചകളിലോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ ആഗ്രയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേഷനിൽ ചെന്ന ഉടനെ ആഗ്രയ്ക്കുള്ള ട്രെയിൻ കയറി കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു 2 മണിക്കൂറിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഉടനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഒരു കൗണ്ടറുണ്ട് നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാനുള്ള. 8 മണിക്കൂറത്തേക്കുള്ള ഒരു ക്യാബ് ഞങ്ങൾ ബുക്ക് ചെയ്തു. 4 പേർ കൂടെ 1000 സംതിങ് ഇത്ര രൂപയാണ് ആയത്. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. അത് നമ്മൾ താജ്മഹലിലോട്ടാണ് പോയത്. ഇപ്പോൾ റിക്ഷയിൽ പോവുകയാണ്. നോക്കൂ, ക്യാബ് ഡ്രൈവർ നമ്മളെ താജ്മഹലിൻ്റെ അടുത്ത് വരെ കൊണ്ടുവിട്ടു. അവിടുന്ന് നമ്മൾ കുറച്ച് ദൂരം റിക്ഷയിൽ വേണം പോകാനായിട്ട്. കാരണം അവിടെ മൊത്തം പൊല്യൂഷൻ ആയതുകൊണ്ട് ആ ഒരു 2 കിലോമീറ്റർ എന്തോ റേഡിയസിൽ നമ്മൾ റിക്ഷയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മളെ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല. അപ്പം നമ്മൾ താജ്മഹലിലോട്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തി. അവിടെ ഇതുപോലെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് നിൽപ്പുണ്ടായിരുന്നു. 50 രൂപയ്ക്ക് ഫോട്ടോ, 100 രൂപയ്ക്ക് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ഇന്നും ഫോണിലാണ് ഗൈസ് ഫോട്ടോ എടുത്തത്. ഇത് ഞാൻ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗൈസ്, ഇനി നമ്മൾ കാണുന്നതാണ് താജ്മഹൽ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഷാജഹാൻ മുംതാസിന് പണിത് കൊടുത്ത താജ്മഹലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കായിരുന്നു അവിടെയും. ഞങ്ങൾ താജ്മഹലിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. താജ്മഹലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 സൈഡിൽ നിന്ന് നോക്കിയാലും ഐഡൻറ്റിക്കലായിട്ടാണ് അതിരിക്കുന്നത്. അങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ശേഷം ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് നേരത്തെ അതിനുള്ളിൽ കയറി മുംതാസിൻ്റെ ടൂമ്പൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അകത്തോട്ടുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഞാൻ അതുവഴി നടന്ന് ഇങ്ങനെ തിരിയുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗൈസ് യമുന നദി. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് മെഹ്താബാഗ്. അവിടെ ഷാജഹാൻ ആണെങ്കിൽ താജ്മഹൽ പോലെ തന്നെ ഒരു ബ്ലാക്ക് താജ്മഹൽ പണിയാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങി ഉടനെ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്, ഇമാദുദ്ദൗള. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇമാദുദ്ദൗളയിലാണ്. ഇത് നമ്മുടെ ഷാജഹാൻ്റെ പിതാവായ ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ പത്നിയായ നൂർജഹാന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു മോണുമെൻ്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഇവിടെ നൂർജഹാൻ്റെ മറ്റ് കുടുംബാംഗങ്ങളെയും അടക്കം ചെയ്തിട്ടുണ്ട്. നമ്മളതൊക്കെ കയറി കണ്ടു ഗൈസ്. ഇവിടെ ഭയങ്കര സമാധാനമായിരുന്നു, കാരണം താജ്മഹലിൽ അവിടെ നല്ല തിരക്കായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ പോയത് മെഹ്താബാഗിലോട്ടാണ്. നമ്മൾ താജ്മഹലിൽ അവിടെ നിന്നപ്പം ഓപ്പോസിറ്റ് നിന്ന് കണ്ട ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് രസകരമായിട്ടുള്ള കുറേ കഥകൾ സംഭവിച്ച്, പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഒരുപാട് നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. നമ്മളപ്പോൾ ഈ മെഹ്താബാഗിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് മറ്റൊന്നുമല്ല, താജ്മഹലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഗാർഡനാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ്. നമുക്കിങ്ങനെ സമാധാനത്തോടെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കാം. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് കുറേ കഥകൾ അറിയാൻ. സംഭവം എന്നാന്ന് വെച്ചാൽ, ഈ ഫ്രൈഡേയ്സിൽ നമ്മുടെ താജ്മഹൽ ക്ലോസ്ഡ് ആയിരിക്കും, അങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ അന്ന് ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഫ്രൈഡേ ആയിരിക്കും അവർക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് താജ്മഹൽ കാണാനായിട്ട്. അപ്പോൾ അവർക്ക് കയറാൻ സാധിക്കാത്തതുകൊണ്ട് ടൂറിസ്റ്റുകളെ എന്ത് ചെയ്യും, ഇവിടെ മെഹ്താബാഗിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിർത്തിയിട്ട് പറയുന്നത് ആ കാണുന്നതാണ് താജ്മഹൽ എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കാറുണ്ടെന്നാണ് നമ്മളോട് അവിടെയുള്ള ഒരു ചേട്ടനൊക്കെ പറഞ്ഞത്. താജ്മഹൽ കണ്ട സന്തോഷത്തിൽ അവിടെ നിന്ന് ചറബറ ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണല്ലേ താജ്മഹൽ, വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ടെന്നാണ് അറിയാനും കഴിഞ്ഞത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ താജ്മഹലിൻ്റെ ഓപ്പോസിറ്റ് പണിയാൻ തുടങ്ങിയ ആ ബ്ലാക്ക് താജ്മഹലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ പണി തീർക്കാൻ ഷാജഹാന് സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മോൻ ഔറംഗസേബ് അദ്ദേഹത്തെ ആഗ്ര ഫോർട്ടിൽ ഇംപ്രസൺ ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ചുറ്റുപാട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ഈ മരത്തിൻ്റെ കീഴിലിരുന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ ചേച്ചി അവിടെ നിന്ന് എണീറ്റ് മാറാഞ്ഞത് കൊണ്ട് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു. അവിടെ ഓപ്പോസിറ്റ് നമുക്ക് താജ്മഹലും ഫ്രണ്ടിലുള്ള യമുന നദിയൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ഒരു ചായക്കടയിൽ കയറി. ക്രിസ്റ്റി ചേച്ചിക്ക് വളരെ വലിയൊരു കപ്പിൽ കോഫി കിട്ടി. അതേസമയം ഷാജിക്കും റീമിക്കും ചെറിയ കപ്പിലാണ് ഗൈസ് ചായ കിട്ടിയത്. ഞാനൊരു കോൾഡ് കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ആഗ്ര ഫോർട്ടിലോട്ടാണ് ഗൈസ്. സത്യം പറയാലോ, എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഈ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതാണ് ഗൈസ് ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. എൻട്രി പോയിന്റ് ഇതാണ്. നമ്മൾ ഓൺലൈനായിട്ട് തന്നെ എല്ലാ ടിക്കറ്റ്സും ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് അധികം ലാഗ് അടിച്ചൊന്നുമില്ല. നമ്മൾ എല്ലായിടത്തും പെട്ടെന്ന് കയറി പോവുകയാണ് ചെയ്തത്. മാത്രമല്ല നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് ഒന്നും പോയില്ല, കാരണം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണല്ലോ.
സോ നമ്മൾ ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്യുന്നതായിരുന്നു. നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതാണ് ആ ഇൻസൈഡുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് ഗൈസ്, എനിക്കിവിടെ നല്ല ഇഷ്ടമായി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. നമ്മൾ അതിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കണ്ട് വീണ്ടും അതിനുള്ളിലുള്ളൊരു കവാടത്തിൽ കൂടെ അകത്തോട്ട് കയറി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ താജ്മഹലിൻ്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള 2 ഫോറിൻ ലേഡീസിനെ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ഇതേ ആ കാണുന്നതാണ് അവർ. അപ്പം നമ്മൾ അതുവഴി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയ ആൾക്കാരുടെ ഗൈഡ് അവർക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ കേൾക്കുകയുണ്ടായി. നമുക്ക് വേണമെങ്കിൽ ഗൈഡിനെ നമുക്ക് പറയാം, പക്ഷേ അവർക്ക് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്ന ഗൈഡ് പറയുന്നതൊക്കെ കേട്ടു. ഈ കാണുന്ന വഴിയിലൂടെ പണ്ട് കുതിരകൾ ഓടുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുമായിരുന്നെന്ന്. അപ്പം അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുവഴി ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അപ്പം നമ്മൾ അതിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കണ്ട് അവിടെയും നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മുന്നിലോട്ട് നടന്നത്. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലമാണ് ഗൈസ് ജഹാംഗീർസ് പാലസ്. ഇപ്പോൾ ജഹാംഗീറിൻ്റെ പാലസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് അതിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ ഷാജി വൻ ഫോട്ടോഗ്രാഫിയാണ് ഗൈസ്. ഷാജി ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ജഹാംഗീർസ് പാലസിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ജഹാംഗീർസ് പാലസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ് കാണാൻ. ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു. നമുക്ക് ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്പണിങ്സിലൂടെ നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കും ഗൈസ്. ആ ദൂരെ കാണുന്ന ആ വെള്ളം ഇപ്പോൾ സൂം ചെയ്യും. ആ ഒരു സംഭവമാണ് താജ്മഹൽ. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കണ്ടു. ആളുകൾ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത് നമ്മുടെ ഷാജഹാൻ മുംതാസിനെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്നാണ് ഗൈസ് ആഗ്ര ഫോർട്ടിൽ നിന്നുകൊണ്ട് ഷാജഹാൻ താജ്മഹലിലുള്ള മുംതാസിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് ഗൈസ്. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന റീമേനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഷാജിനി നമുക്ക് കാണാൻ സാധിക്കും. ഹായ് പറയൂ, എൻ്റെ വ്യൂവേഴ്സിനോട് ഹായ് പറയൂ. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ സമയം ആവാറായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജഹാംഗീർസ് പാലസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ക്യാബിലോട്ട് തിരിച്ച് കയറി. ബൈ ഗായ്സ്, ഞങ്ങളുടെ ആഗ്രയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ആഗ്രയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നമ്മൾ കസിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ നാളെ പോകാൻ പോകുന്നത് മണാലിക്കാണ് ഗൈസ്. അപ്പം അടുത്ത പാർട്ടിൽ നമ്മൾ മണാലിയിലെ വീഡിയോസ് ഇൻക്ലൂഡ് ആക്കുന്നതാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.